അയ്യടാ. ഇരവരിഞ്ഞിപ്പുഴ അറബിക്കടലുണ്ടാ ഉണ്ടായ ഐ ലവ് യു. നല്ല ലവ് യു ടു. ഓക്കെ, നിങ്ങൾ എങ്ങനെയാ പരസ്പരം വിളിക്കുന്നത്? എന്താ പേരെന്താ? ഞാൻ ഏട്ടാന്ന് വിളിക്കും. ഏട്ടാന്ന് വിളിക്കുന്നത്. അങ്ങോട്ടേക്കോ? കുഞ്ഞിനെ ചിലപ്പോ കുഞ്ഞെന്ന് വിളിക്കും, ചിലപ്പോ മോളെ വിളിക്കും. എങ്ങനെ നീ നിനക്ക് ഇത്രയും നല്ലൊരു പെങ്കൊച്ചുണ്ടായിട്ട് നീ എന്തുകൊണ്ട് നമ്മളോടാരും പറഞ്ഞിട്ടില്ല? കൂട്ടുകാരന്മാര് നിങ്ങൾ നിറവും താടിയും മീശയും വളർത്തുന്നത് മറ്റു കാര്യത്തില്ല, കഴിവാണ്. ഞാൻ വളച്ചു. നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? ഇഷ്ടം പോലെ. എനിക്കില്ല, ഏട്ടന്റെ കളറിന്. എൻ്റെ ബോഡി, എൻ്റെ നിറം, ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. നമ്മളെ ബിവറേജിൽ പോകുന്നത് ബിവറേജിലേക്ക് നമ്മളിങ്ങനെ നിൽക്കണം. അപ്പം അവർ ഒരു കൈ മാത്രമേ കാണത്തുള്ളൂ. അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. തമാശയായിട്ട് പറഞ്ഞെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോഴേ സോപ്പി കൗണ്ടർ എന്ന് പറഞ്ഞാൽ നല്ല പൊക്കത്തിലാണ്. അങ്ങനെ ചില സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിലാണ് ഈ ഡിസേബിൾഡ് കോച്ച് പൊസിഷൻ പറഞ്ഞത്. അപ്പോൾ ഈ ലാസ്റ്റ് കോച്ച് ചിലപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനും ഈ കർവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ കൊണ്ട് നിർത്തും. അപ്പോഴും നമുക്ക് കയറാൻ പാടാം. ഗവൺമെന്റ് ഡിസബിലിറ്റി പേഴ്സൺസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടിയൊക്കെ അപ്ഡേറ്റുകൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഹലോ ആൻഡ് വെൽക്കം ടു ഗ്ലോബൽ വില്ലേജ് നെറ്റ്വർക്ക്. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ക്യൂട്ട് കപ്പിളാണ്, നിഖിൽ ആൻഡ് വിഷ്ണുപ്രിയ. വെൽക്കം. ശരിക്കും നിങ്ങളെ നേരിട്ട് കാണാനും ഭയങ്കര ക്യൂട്ടാണ്. ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് രണ്ടാളെയും കൂടെ ഒന്നിച്ച് കാണാനായിട്ട്. നാണം വരുന്നോ? നാണമല്ല, അടുത്ത കമന്റ് വരാൻ എന്ത് പറയുന്ന അതിനടിയിൽ അപ്പം തന്നെ റിയാക്ഷൻ താഴെ വന്ന് വീഴും. നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? ഇഷ്ടം പോലെ. എനിക്കില്ല, ഏട്ടന്റെ കളറിന്. എൻ്റെ ബോഡി, എൻ്റെ നിറം, ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. വേറെ വീഡിയോ ബേസ് ചെയ്തിട്ട് അവർക്കൊന്നും പറയാനില്ല, അപ്പൊ പിന്നെ എന്തെങ്കിലും പറയണ്ടേ? അതെ. അപ്പം റീൽസ് ഇട്ട് കഴിഞ്ഞാൽ റീൽസിന് അവർക്ക് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ, ഇത് എന്തിനു കൊള്ളാം, അങ്ങനത്തെ. അത് എല്ലാവരും ഒന്നുമില്ല കേട്ടോ, ഈ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതൽ വിടുന്നത്. നമ്മൾ ഇത് പറയുമ്പോഴത്തേക്ക് അതിനടി കമന്റ് വരും, നിങ്ങൾ അതിനെ അത് മൈൻഡ് ചെയ്യുന്നേ, എന്തിനാ നെഗറ്റീവ് കമന്റിനെ പറ്റി പറയുന്നത്? അപ്പൊ അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, നമ്മൾ അതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഷയം. പക്ഷെ ഞാൻ അതിനൊന്നും അവിടെ ഞാൻ അധികം റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷെ റിയാക്ട് ചെയ്തിട്ട് ഫാമിലിയിലുള്ളവരെ കുറിച്ച് പറയുമ്പോൾ റിയാക്ട് ചെയ്യും. വീട്ടുകാരെ പറയാറുണ്ടോ? പിന്നെ അത് സ്പൈഡർമാൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്, പിന്നെ ബൈക്ക് റൈഡ്, ഈ രണ്ട് അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര. ബ്ലോക്ക് ചെയ്തില്ല നിങ്ങള്? ബ്ലോക്ക് ചെയ്താലും മറ്റുള്ളവരിടുന്നതിന് റീപ്ലൈ അവർക്ക് കൊടുക്കാമല്ലോ. അതെ. നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്താലും അവരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് റീപ്ലൈ ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അതിലും പുള്ളിക്ക് പറയാനുള്ള മറുപടി നമ്മുടെ അടുത്ത് തന്നെ വരുന്നുണ്ട്. മനസ്സിലായി. അപ്പം അത് ഭയങ്കര ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യമായി. പിന്നെ ആളിനാണത് വിഷമം കൂടുതൽ. ആളത് ഒരു പരിധി കൂടുതൽ നന്നായിട്ട് അത് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു വേണ്ട, പിന്നെ നെഗറ്റീവ് കമന്റ് കിടക്കണ്ട. നെഗറ്റീവ് കമന്റ് കണ്ടെങ്കിലും ആളുകൾ നമ്മളെ നമ്മുടെ അക്കൗണ്ട് വീണ്ടും വീണ്ടും കയറി കാണുമല്ലോ. അതെ, ശരിയാ. അങ്ങനെ നമുക്ക് റീച്ച് കിട്ടുമല്ലോ കുറച്ചുകൂടെ. ഇവരിങ്ങനെ ഇവരുടെ ഒരു 10 കമന്റ് ഇടുമ്പോ നമുക്ക് ഇതിനും കൂടെ റീച്ചാ കിട്ടുന്നത്. കാരണം ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോന്ന് അറിയാനെ കൊണ്ട് ഈ വന്ന് കയറുന്നവരൊന്നും നോക്കുമല്ലോ. അവര് ബാക്കിയും കൂടെ വീഡിയോസ് എടുത്ത് നോക്കുമല്ലോ. പിന്നെ ഈ കമന്റ് ഇടുന്നവന്റെ ഉദ്ദേശം അത് തന്നെ, അവനെടുത്ത കമന്റ് കണ്ടുകൊണ്ട് അവന്റെ അക്കൗണ്ട് കയറി നോക്കണം. അതെ, ശരിയാ. കാരണം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ ആൾക്കാർ പിന്നെ ലൈക്ക് ഇട്ടോണ്ട് പിന്നെയും വരും. ഇതിനകത്തിലെ ടെക്നിക്ക് മൊത്തം പഠിച്ചു കഴിഞ്ഞ്. അപ്പൊ എന്താ പറയാ, വിഷ്ണുപ്രിയ എന്താ നിങ്ങള് കുഞ്ഞി എന്താ വിളിക്കുന്നത്? കുഞ്ഞി. അപ്പൊ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ട് വിളിക്കുന്ന കുഞ്ഞി, അങ്ങോട്ട് എന്താ വിളിക്കുന്നത്? അല്ല, ഞാനിട്ട ഒന്നും അല്ല, ആളുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിലോട്ട് അങ്ങനെ. ഓക്കെ, നിങ്ങൾ എങ്ങനെയാ പരസ്പരം വിളിക്കുന്നത്? എന്താ പേരെന്താ? ഞാൻ ഏട്ടാന്ന് വിളിക്കും. ഏട്ടാന്ന് വിളിക്കുന്നത്. അങ്ങോട്ടേക്കോ? ചിലപ്പോ കുഞ്ഞെന്ന് വിളിക്കും, ചിലപ്പോ മോളെ വിളിക്കും.
എന്തോ ഒരു ആക്കി പറയുന്ന പോലെ. പറയുന്ന പോലെ എന്തോ ഞാൻ മോളെ തുടങ്ങുമ്പോ അവിടുന്ന് ചിലപ്പോ വിളി കേൾക്കും, അല്ലെ വേറെ ഏതെങ്കിലും സാരെങ്കിലും പുറത്ത് വരും. അതെന്തോ അത് മോളെ വിളിക്കത്തുള്ളതാ. ചിലപ്പോ മോളെ വിളിക്കുക എന്തെങ്കിലും എടുത്ത് അറിയോ? ചിലപ്പോ മോളെ വിളിക്കുക എന്തോന്ന് ചിലപ്പോ വിളിക്കും. ചിലപ്പോ മോളെ വിളിയുടെ മേളിക്കിടത്തെങ്കിലൊക്കെ പറന്നു വരും. ആർക്കാ കൂടുതൽ ദേഷ്യം? ആണോ? ഞാൻ കരുതി ചേട്ടനായിരിക്കും ദേഷ്യം. കുഞ്ഞി പാവം കുട്ടിയാ കുഞ്ഞിനെ കരുതി. അല്ല വേറെ ആരത്തില്ല, എന്റെ അടുത്ത് മാത്രം. അതെ, വേറെ ആരത്തില്ല. ഞാനങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഞാൻ ദേഷ്യപ്പെടുന്നത് ചില സമയത്ത് മാത്രം ദേഷ്യപ്പെടും. ഭയങ്കര അങ്ങ് ആ ക്ഷമയുടെ ആ ഒരു ലിമിറ്റ് ഒക്കെ കഴിഞ്ഞു പോയാലേ ദേഷ്യപ്പെട്ടുള്ളൂ, അല്ല ദേഷ്യം വരില്ല. അതെ, പ്രത്യേകിച്ച് എന്റെ അടുത്ത്. അതെ, ഞാൻ വളരെ സ്വീറ്റാണ്. അതാ മോളെ വിളിയുടെ കാര്യം മനസ്സിലായില്ലേ? തോന്നിയായിരുന്നു. ഈ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ കുഞ്ഞിനെ കാണുമ്പോ തന്നെ എല്ലാവർക്കും ആ ഭംഗി, നല്ല ഭംഗി തോന്നും. ആ കാണുമ്പോ തന്നെ ആ ഭംഗിയിൽ വീണതാണോ? അല്ല അല്ല, അത് ഇനിയിപ്പൊ എന്ത് പറഞ്ഞാലും പിന്നെ മുദ്രപത്രത്തിൽ ഒപ്പിട്ടതല്ലോ വിട്ടേന്. ഇപ്പൊ കല്യാണ ദിവസം വരെ കാത്തിരുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പലരും ചോദിക്കും, എങ്ങനെ നീ നിനക്ക് ഇത്ര നല്ലൊരു പെങ്കൊച്ചുണ്ടായിട്ട് നീ എന്തുകൊണ്ട് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല? കൂട്ടുകാരന്മാര് നിങ്ങൾ നിറവും താടിയും മീശയും വളർത്തുന്നത് മറ്റു കാര്യമൊന്നുമില്ല, കഴിവാണ്. ഞാൻ വളച്ചു. അവക്കെല്ലാരും പൊട്ട കണ്ട അവളങ്ങ് വീണു. അങ്ങനെയില്ല. ഏട്ടൻ ആരെങ്കിലും ഒരു കുട്ടിയുടെ ക്രഷ് വന്നിട്ട് അവിടുത്തെ പ്രപ്പോസ് ചെയ്യും. അവര് കുറച്ച് കഴിയുമ്പോ ഓക്കെ ആവും, അതായത് ലൈൻ സെറ്റ് ആവും. പക്ഷെ എന്റെ അടുത്ത് മാത്രം അത് നടന്നില്ല. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എത്രാമത്തെ ലൈനാണ്? അതൊന്നും ചോദിക്കരുത്. അതെണ്ണം തീരത്തില്ല. കുഞ്ഞി പക്ഷെ ഇച്ചിരിയും കൂടെ ഒന്ന് സ്റ്റബോണ അല്ലേ? അങ്ങനെ ആയിരുന്നു. എനിക്ക് ഞാനൊന്ന് നോക്കി എങ്ങനെയുണ്ട് ആളെന്നൊക്കെ അറിഞ്ഞിട്ട് മതി. ഇത് വിവര പട്ടിക മൊത്തം എടുത്തിട്ട് തിരിച്ച് മറുപടി പറയുന്നത്. എന്നിട്ട് എന്ത് ക്വാളിറ്റിയിലാണ് വീണത്? നെഗറ്റീവില്. നെഗറ്റീവിലോ? ഇപ്പൊ പറഞ്ഞില്ലേ വില വിവര പട്ടിക മൊത്തം എടുത്ത് പറഞ്ഞില്ലേ, അത് കണ്ടുപിടിക്കാൻ അതില് ഒരു പേപ്പർ എടുത്തിട്ട് ആ നെഗറ്റീവ് മൊത്തം എഴുതാന്ന് വിചാരിച്ചോ? അല്ല, ഒരു ആളെ പറ്റിട്ട് ഫുള്ള് എഴുതാന്ന് വിചാരിച്ചോ? അതിലിങ്ങനെ തപ്പിത്തടഞ്ഞൊന്ന് നോക്കി ഒരു പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ചേട്ടനെ കുറിച്ചോ? അപ്പൊ ആ നെഗറ്റീവ് ഓക്കെ, നെഗറ്റീവുള്ള പോസിറ്റീവ് മാത്രമുള്ള ആളെ പിന്നെ പാർട്ട്ണറായി കിട്ടുന്നതിനേക്കാളും നെഗറ്റീവ് കിട്ടുന്ന ആളുടെ കിട്ടുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവുമല്ലോ. ആളുകളിൽ കുറെ കാര്യങ്ങൾ മാറ്റാനുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതെ. എന്നിട്ട് എന്തൊക്കെ മാറ്റിയെടുത്തു? കുറേ കാര്യങ്ങൾ മാറ്റിയെടുത്തു. നമ്മൾ ഈ തമാശയും കാര്യങ്ങളൊക്കെ മാറ്റിയാലും ശരിക്കും അങ്ങനെയല്ലേ, ഒരാൾക്ക് നമ്മളെ ഒരുപാട് മാറ്റിയെടുക്കാൻ പറ്റുമല്ലേ ഈ സ്നേഹം കൊണ്ട്? തീർച്ചയായിട്ടും. നമ്മുടെ ദൈനംദിനം ചെയ്യുന്ന പല പ്രവർത്തികളിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മൾ അതുവരെയുള്ള നമ്മുടെ കാര്യം മാത്രം നോക്കും. നമ്മൾ പിന്നിലുള്ള ആളുടെ അല്ലെങ്കിൽ കൂടെ ഉള്ള ആളുടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പം ആള് പിന്നെ കൂടെ വന്നപ്പം ഞാനൂടെ ഉണ്ട് എന്നുള്ള, ഇപ്പം ഞാനിപ്പം നാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നു. അപ്പം യാത്രയിൽ ഞാൻ എൻ്റെ കാര്യം മാത്രമേ ഞാൻ ശ്രദ്ധിക്കാത്തുള്ളൂ. പെട്ടെന്ന് ഞാൻ നടക്കുന്നു, പിന്നെ മറ്റുള്ളവരെന്നെ എങ്ങനെ ശ്രദ്ധിക്കുന്നു, എൻ്റെ ബാക്കി സൈഡ് കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ പുള്ളിക്കാരത്തി വന്നതിന് ശേഷം നടത്തൽ ഇനി ഇച്ചിരി സ്ലോലി നടക്കണം, ഞാനിവിടെ ഉണ്ട്, കെയറിങ്. ചേട്ടൻ ഭയങ്കര ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ പറഞ്ഞില്ലേ കുറച്ചുകൂടെ കെയർ ചെയ്യാണ്ട് സ്ലോയില് നടക്കണമെന്നുള്ളത്. ഒരു സെക്കൻഡില് 100 മീറ്റർ നടക്കുമായിരുന്നു, ഇപ്പൊ അത് 50 മീറ്റർ ആയിട്ട് കുറച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇച്ചിരി കൂടെ ഒന്ന് സ്ലോ ആയി, ബാക്കിൽ ഒരാളുണ്ടെന്നുള്ളൊരു കുറച്ചും കൂടി കല്യാണം ആവുമ്പോ കുറച്ചുകൂടെ നല്ല സ്ലോ ആവും. അതൊരു 100 മീറ്റർ ഇപ്പൊ 50 മീറ്റർ വ്യത്യാസമാക്കി. പിന്നെ കല്യാണം കഴിഞ്ഞ് നമ്മളെ ഒരു 2 വർഷം കഴിയുമ്പോ പിന്നെ ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ആളൊരു ഒറ്റയ്ക്കല്ലല്ലോ, കൂടുതൽ ആള് കാണുമല്ലോ. അതെ, എനിക്ക് ഫാസ്റ്റ് ആവുമല്ലോ. അതെ, അടിപൊളി. ശരിക്കും നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാവാറൊക്കെ ഉണ്ടോ? അത് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അടി മാത്രമാണ് കയ്യങ്ങളിയൊന്നും ഇല്ല.
വാക്ക് തർക്കങ്ങൾ വാക്കുതർക്കങ്ങളാ. സെക്കൻഡ്സിൽ ഉണ്ടാവും, പക്ഷെ ആ സെക്കൻഡ്സിനെക്കാളും വേഗത്തിൽ സെക്കൻഡ്സിൽ സെറ്റ് ആവും. എനിക്ക് മോഹൻ പാടിയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പരത്തില്ല. ആരാ പെട്ടെന്ന് പാച്ചപ്പ് ആവാൻ ശ്രമിക്കുന്നത്? ഞാൻ തന്നെ. അതെ, അത് വിഷമമൊന്നുമല്ല, ഇരിക്കുന്ന കണ്ടിട്ട് നെഞ്ചു പിടിച്ചിട്ടൊന്നുമല്ല, എനിക്കിങ്ങനെ മോത മൂടിക്കെട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. നമ്മള് ആ വിഷയം അവിടെ കഴിഞ്ഞു, നമ്മള് വീണ്ടും ജോലിയായിട്ട് സംസാരിച്ച് ചിരിച്ച് കളിച്ച്. കുഞ്ഞി പെട്ടെന്ന് പിണങ്ങുമല്ലേ? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഇത് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പിണങ്ങും, പെട്ടെന്ന് ഇമോഷൻസ് എല്ലാം സഡൻലി. അത് വേറെ എന്തെങ്കിലും ആണെങ്കിലും അതും ഇവിടെ തന്നെ തീർക്കും. ഞാനത് പിന്നെ ഞാൻ ശ്രദ്ധിക്കാതെ എന്തുകൊണ്ടാ എന്നൊക്കെ ഉള്ള രീതിയിലോട്ട് വരും. അതെ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇൻസ്റ്റയിൽ നിങ്ങളുടെ രണ്ടാളും ഒന്നിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ ശരിക്കും എങ്ങനെയാ പരിചയപ്പെട്ടത്? ഞങ്ങൾക്കൊരു 6 വർഷം മുന്നേ ഇൻസ്റ്റഗ്രാമിൽ അറിയാം, തമ്മിൽ പരിചയമുണ്ട്. എന്ന് വെച്ചിട്ട് ഭയങ്കര അങ്ങ് കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഹായ് ബൈ അങ്ങനത്തെ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആറ്റിറ്റ്യൂഡിൻ്റെ അങ്ങേയറ്റമാണ് അന്നേരം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഇങ്ങനെയുള്ള എല്ലാ പേഴ്സൺസും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അവിടെ പിന്നെ എന്നെ ആഡ് ചെയ്തു. അങ്ങനെ ഞാൻ പോയി. പിന്നെ അവിടെ വെച്ച് കൂടുതലായിട്ട് അല്ലാണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പം ഏട്ടനും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. ഒരു 1 വീക്ക് ഞാൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ആ 1 വീക്കിന് ശേഷം ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ ഭയങ്കര ഡീപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 3.5 years മുന്നേ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഒന്നും പറയാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലായിരുന്നു. കാരണം ഫ്രണ്ടായിട്ട് കണ്ട ഒരാള്, പിന്നെ ഒന്നും അറിയത്തില്ല, ഫ്രണ്ട് എന്നുള്ള രീതിയിലല്ലാണ്ട് നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്താന്നുള്ളത് തീരുമാനം എടുക്കാൻ വിചാരിച്ചിരുന്നപ്പോൾ ആള് പിന്നെ വേറെ കമ്മിറ്റഡ് ആയി. അയ്യോ, അതിനു മുമ്പേ കമ്മിറ്റഡ് ആയി? അത് കമ്മിറ്റഡ് ആയിരുന്നു അറിയാം. ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നല്ലോ. അപ്പം ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് ചുമ്മാ ചോദിച്ചു നോക്കാം, ഒത്താലൊരു പ്രേമം. ഞാൻ അപ്പം പറഞ്ഞു, അത് ചോദിക്കുന്നതിന്റെ പ്രശ്നം, എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പറയും ഓക്കേക്കകത്ത് തിരിച്ച് എസ് ആണോ പറഞ്ഞത്? എസ് പറഞ്ഞതല്ല, യാക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാനത് കേട്ടു, അത്രമാത്രം. അതിന് തിരിച്ച് ഞാൻ എസ് ഒന്നും പറയത്തില്ല. ആ ശരി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ചെറിയ ചെറിയ ചാറ്റുകളായി. പിന്നെ 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 മനഃപൂർവ്വം ഒഴിവാക്കിയല്ല, നമ്മൾ വേറെ ലോകത്തേക്ക് പോയെന്ന് പറയാം. ക്ഷമ ഒട്ടും ഇല്ലാത്തൊരു ടൈപ്പാ. ഇപ്പൊ പിന്നെ കുറെയൊക്കെ എനിക്ക് നല്ല ക്ഷമയുള്ള ഇതാ. അപ്പൊ എന്റെ ക്ഷമ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തു. അന്ന് ഒരു സെക്കൻഡ് പോലും ക്ഷമിക്കാനുള്ള ഒരിതില്ല, സ്പോട്ടിൽ അതങ്ങ് കിട്ടണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു. അപ്പൊ അങ്ങ് തിരിച്ചങ്ങ് ഓക്കെ പറയണം, അടുത്ത സെക്കൻഡിലും കല്യാണം കഴിക്കണം. നമ്മള് ഇതിനു മുമ്പിട്ട് അതിനു മുമ്പ് എല്ലാ ഭൂതജാതകം എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങള് ഒരു 2.5 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, അത് എനിക്ക് ഏട്ടനെ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഏട്ടന് നെഗറ്റീവ് പറയില്ലല്ലോ, നമ്മൾ ആരും നമ്മുടെ നെഗറ്റീവ് പറയത്തില്ലല്ലോ. അഥവാ പറഞ്ഞാലും കുറെ കാര്യം ഹൈഡ് ചെയ്ത് വെച്ചല്ലേ പറയുള്ളൂ, പോസിറ്റീവ് അല്ലേ കാണിക്കാൻ ശ്രമിക്കുള്ളൂ. അപ്പൊ പിന്നെ ആളൊരു പ്രപ്പോസൽ വെക്കുമ്പോൾ നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കണ്ടേ. ആ ഒരു ടൈമേ ഞാൻ എടുത്തുള്ളൂ, പക്ഷെ അതിന് മുന്നേ അവര് വേറെ സെറ്റായി. അതെ, ഇത് നമ്മളൊന്ന് ആലോചിച്ചൊന്ന് തിരിച്ച് ഇഷ്ടമാണെന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് അത് വേറെ സർട്ടിഫിക്കറ്റ് ഒരാലോചന പോലെ വന്നൊരു ഇഷ്ടമായിരുന്നു. അതിലിങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു ചേച്ചി ഇങ്ങനെ കല്യാണം കഴിക്കുന്ന ചുമ്മാ ചേച്ചി എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം. ചേച്ചിയോ? അല്ല, അതല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ചേച്ചി പറഞ്ഞു, ചേച്ചി എനിക്ക് കല്യാണം കഴിച്ച ആഗ്രഹം, ഭയങ്കര ആഗ്രഹം. എന്നപ്പോൾ ശരിക്കും തരാം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇടാ ഒരു കുട്ടിയുണ്ട് എൻ്റെ ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞ അത്രയോ എന്നാൽ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചപ്പോൾ ഞാൻ കൊച്ചു പറയാം, ആ ചേട്ടൻ്റെ ഓൾറെഡി ഞാൻ ഫോളോ ചെയ്തോണ്ടിരിക്കുക, എനിക്ക് ചേട്ടൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര വോയിസൊക്കെ ഞാൻ ഇതേപോലെയാണ് ഗ്രൂപ്പിലും വോയിസൊക്കെ ഇടുന്നത്. ഈ വോയിസൊക്കെ ഇങ്ങനെ ഇയാൾ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും കേൾക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞു വോയിസൊക്കെ കേൾക്കാമെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നെ ഇഷ്ടമായി, അത് പിന്നെ ഇഷ്ടമായിട്ടല്ലോ ആ ചേച്ചി ചോദിച്ചപ്പോൾ. പക്ഷെ അത് ഒരു 8 മാസം അങ്ങനെ പോയി. പക്ഷെ അതിനിടയ്ക്ക് പിന്നെ ഞങ്ങൾ തമ്മിൽ ചെറിയ സ്വരച്ചേർച്ചകളും സിങ്ക് ആവുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ സംസാരം വന്നപ്പോൾ
ഫ്രണ്ട്സായിട്ട് തന്നെ അതങ്ങ് അവിടെ അങ്ങ് ഏട്ടന്റെ ചില കാര്യങ്ങള് ചില ചിന്തകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ആ ഒരു അതിന് നല്ല, ഞാൻ പറഞ്ഞില്ല, നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ഈ ചില തോട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ആള് ചിന്തിക്കുന്നത്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ക്ഷമയുള്ള ഒരാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലാത്തവർക്ക് പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ എന്താ, എങ്ങനെ ഈ തോട്ട് പ്രോസസ്സിന്റെ കാര്യം ഇപ്പൊ കേൾക്കുന്നവർക്കായാലും ഡൗട്ട് വന്നു, എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ നമ്മളൊരു വിഷയം, ഒരു സിമ്പിൾ എന്തെങ്കിലും ഒരു ന്യൂസോ എന്തെങ്കിലും ഒരു ഡ്രസ്സിന്റേതോ എന്തെങ്കിലും ഒരു വിഷയം, ആൾ അപ്ഡേറ്റഡ് ആണ് എല്ലാ വിഷയത്തിലും. പക്ഷെ ചെറിയ 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 നോട്ട്സ് പുള്ളിക്ക് അതിലുണ്ടാവും. അത് നമുക്കങ്ങ് ദഹിക്കത്തില്ല. മനസ്സിലായില്ല? എല്ലാ കാര്യത്തിലും ആൾക്കാർ ഫുൾ ഫ്രീഡം എല്ലാം ഉണ്ട്, എല്ലാം അപ്ഡേറ്റഡ് ആണ്, അങ്ങനെ വേറൊരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അതിലും ചെറിയ ചെറിയ ഒരു ഇതുണ്ടാവും. അപ്പൊ നമുക്കത് അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ഷമ എന്ന് പറയുന്ന സാധനം ഉണ്ടാവണം. അത് ഓപ്പോസിറ്റ്. ഞാന് ഇപ്പൊ എന്റെ മുമ്പില് ശരിയും തോന്നുന്ന കാര്യങ്ങള് എനിക്ക് ശരിയും തോന്നിക്കഴിഞ്ഞാൽ വേറെ ആര് പറഞ്ഞു ഞാനത് കേൾക്കത്തില്ല. മനസ്സിലായി. ഞാനിപ്പോ ഒരു പ്രവൃത്തി ചെയ്യാൻ പോവാ, അത് ഞാൻ അതൊക്കെ ആയിരിക്കില്ലേ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക. പോട്ടെ, ഒരു ഷർട്ട് എടുക്കാൻ പോവാ, അപ്പൊ ആ ഷർട്ട് നോർമലി ഒരാൾക്ക് അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഈ വെട്ടലും കുറുകലും ഒക്കെ ഇപ്പോഴത്തെ ഒരു ഡിസൈൻ അല്ലേ. അപ്പോൾ മറ്റൊരാളിട്ടേക്കെന്ന് കാണുമ്പോൾ എനിക്കത്, ഞാനൊരു ക്ലൂ തരുക, അപ്പം ഞാനത് ഇടുമ്പോൾ എനിക്കത് അതേപോലെ തന്നെ ഭംഗിയായിരിക്കും എനിക്കെന്ന് ഞാൻ സ്വയം ചിന്തിക്കുക. കാരണം അയാളുടെ പിന്നെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലല്ലോ എൻ്റേത്. അയാൾക്കതൊക്കെയാണ്, എനിക്കതൊക്കെയല്ല. പക്ഷെ ഞാൻ സ്വയം ചിന്തിക്കും അതുപോലെ തന്നെ അപ്പം ഞാനതെന്ത് ചെയ്യും, അത് അങ്ങനെ തന്നെ ഞാൻ മേടിക്കുന്നത്. അത് മറ്റൊരാളത് നിനക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല, എനിക്കിത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പുള്ളിക്കാരിച്ച് പറഞ്ഞത്. മനസ്സിലായി. ഇപ്പൊ സിമ്പിൾ ആയിട്ട് കാര്യം പിടികിട്ടി. എന്റെ ചില വിശ്വാസങ്ങൾ, എന്റെ ചില കാര്യങ്ങള് അത് മറ്റുള്ളവർക്ക് തെറ്റാണെങ്കിൽ പോലും ഒരാൾ പറഞ്ഞാലും അതങ്ങോട്ട് മനസ്സിലാവൂല. ഒന്നുകിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ആള് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യണം. അതല്ലാത്തൊരാൾക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. മനസ്സിലായി. അപ്പം അങ്ങനെ മറ്റേ ഇത് ഒരു 8 മാസം കഴിഞ്ഞ് പോയി. അത് വെറുതെ പോയതല്ല, ഇതല്ലേ വിധിച്ചത്. അപ്പൊ ഇതിന് വേണ്ടി എല്ലാം പോയി. അത് പ്രേമരോഗിയൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് കഴിഞ്ഞല്ലോ, അത് ബ്രേക്കപ്പ് ആയിരുന്നു ഞാൻ അറിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് സംസാരിച്ചാലോ എന്ന് ചിന്തിച്ചു. ആ ചിന്ത അങ്ങ് തീർന്നതിന് മുന്നേ അടുത്ത് വീണ്ടും കമ്മിറ്റഡ് ആയി. എന്നിട്ട് എന്താ, അപ്പൊ അതിലങ്ങ് ഫിക്സ് ആണെന്ന് ഞാൻ അങ്ങ് ഇതാക്കി. കാരണം എന്ന് വെച്ചാൽ അത് മാരേജിലോട്ട് പോകുന്നേ ആ റിലേഷൻ. അപ്പൊ പിന്നെ അത് ഫിക്സ് ആണല്ലോ. പിന്നെ ഇനി നമ്മള് ആൾക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പ് എന്നുള്ള ഇതില്ല, പ്രണയം എന്തായാലും വേണ്ടാന്ന് വെക്കത്തില്ല. പക്ഷെ ഇനി വരും എന്നുള്ളൊരു ഹോപ്പ് വെക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. കുഞ്ഞ് തീരുമാനിച്ചു. കുഞ്ഞിന്റെ മനസ്സില് ആളോട് സ്നേഹം ഇഷ്ടമൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഇഷ്ടം ഒന്നും അങ്ങനെ കളയാൻ പറ്റത്തില്ലല്ലോ. ഇഷ്ടമൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, ഹോപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം ലാസ്റ്റ് വന്ന റിലേഷൻ അവർ മാരേജിലോട്ട് കൊണ്ടുപോവാന്നുള്ള ഒരു ഇത് വന്നപ്പോ ഞാനങ്ങ് ഇതായി, ഹോപ്പ് അങ്ങ് അവസാനിച്ചു. എന്നിട്ട് പിന്നെ വീണ്ടും എങ്ങനെ ഇവിടെ എത്തി, കറങ്ങി തിരിഞ്ഞ്? ഇവിടെ എത്തേണ്ട കാരണത്തില് ഞാൻ ഇത്രയും പ്രേമങ്ങളൊക്കെ പോയെങ്കിലും ഞാൻ ആർക്കും വേണ്ടി ഇങ്ങനെ കരഞ്ഞിട്ടില്ല. ഞാൻ കരഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇമോഷണലി എന്നെ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും അതുപോലെ വേദനിപ്പിച്ചെങ്കിൽ മാത്രമേ ഞാൻ കരയാറുള്ളൂ. അപ്പം അതൊക്കെ ഞാൻ ഈ കുറേ സ്റ്റാറ്റസുകളിൽ കൂടെ എഴുതി തള്ളിയും കൂടും. അപ്പം ഞാനീ പറഞ്ഞില്ലേ, ഇയാളോട് പറഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയോട് ഈ ഒരു ഇഷ്ടം ഇതായി പോയി കഴിഞ്ഞതിന് ശേഷം കുറേ പേര് അത് വെച്ചിട്ട് തന്നെ കുറേ ചൂഷണം ചെയ്തു. കുറേ പേര് നീ ചെയ്ത് തെറ്റായിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ ഇവരോട് ആരോടും ഞാനും അയാളും തമ്മിൽ ഇത് ഗ്യാപ്പായി പോകാനുള്ള കാരണമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അന്ന് അറിയാവുന്ന ചില വ്യക്തികൾ, നീലിമ ചേച്ചി, അങ്ങനെ കുറേ വ്യക്തികൾ മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്ത് എൻ്റെ ഭാഗത്ത് എന്നൊക്കെ ശരിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവരത് വെച്ചിട്ട് എന്നെ സമാധാനിപ്പിച്ചു. അപ്പോൾ ഞാനത് അതിൻ്റെ ഇങ്ങനെ കുറേ സ്റ്റോറീസൊക്കെ ഇട്ട് വിജയകൃഷ്ണനെ അറിയാം, വിജയകൃഷ്ണൻ സിനി ആർട്ടിസ്റ്റ്, വിജയകൃഷ്ണൻ ചേട്ടനാണ് എൻ്റെ ഒരു പുള്ളിയാണ് കൂടുതൽ എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ തെറി പറഞ്ഞിട്ടൊക്കെയാണ് സമാധാനിപ്പിക്കുന്നത്. അപ്പം പുള്ളി ഇങ്ങനെ പറയും, പിന്നെ നീ അങ്ങനെ പോയാൽ പറ്റത്തില്ല, നീ അതാണോ ജീവിതം എന്ന് കണ്ടേക്കുന്നത്.
പുള്ളി ഒരുപാട് കാര്യത്തിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു വർക്കിൻ്റെ സിനിമയിലായിട്ടുള്ള ഒരു വർക്കിൻ്റെ കാര്യത്തിൽ പുള്ളിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഞാൻ ഇനിയും പെണ്ണും വേണ്ട പടക്കഴിയും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോയി. ഇങ്ങനെ പോയ സ്ഥിതിക്ക് പിന്നെ ഞാൻ വേറെ ആളെ കണ്ടുമുട്ടി. അത് ഇൻസ്റ്റയിലൂടെ തന്നെ. ആ കണ്ടുമുട്ടൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഭയങ്കരമായിട്ട് മറ്റുള്ള ഇഷ്ടത്തെക്കാട്ടും തലയ്ക്ക് പിടിച്ചു. ഭയങ്കരമായിട്ട് തന്നെ. അത് പിന്നെ സൗന്ദര്യമൊന്നും അല്ല, അത് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ 8 മാസം ഞാൻ വെയിറ്റ് ചെയ്ത് ആൾ തിരിച്ച് മറുപടി തരുമെന്ന് പറഞ്ഞു. അതിലൊരു പോയിന്റ് ഉണ്ട്, എന്താണെന്നറിയോ? ക്ഷമ ഒട്ടും ഇല്ലാത്ത ഒരാൾ അത്രയും മന്ത് വരെ വെയിറ്റ് ചെയ്തു. അതാണ് അതിലുള്ള ഒരു മെയിൻ പോയിന്റ്. 8.5 മാസം ഞാൻ പിന്നെ കാത്തിരുന്നു. അല്ല ഉറുമ്പ് അരിമണി കൂട്ടി വെക്കുന്നതിനോട്ട് ഇങ്ങനെ കാത്തിരുന്നു. പറയുമെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ വന്നാൽ പുള്ളിക്കാരത്തിലെ ചേച്ചിമാർ എന്നെ പേഴ്സണലി എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ചേച്ചിമാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ മൂത്ത ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ. അപ്പോൾ അയാളൊരു മറുപടി എൻ്റെ കാര്യത്തിൽ എസ് പറയാത്തത് കൊണ്ട് അവർക്കും ഒരു തീരുമാനം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അയാൾ പറയുമെന്നുള്ളൊരു വിശ്വാസം ഇങ്ങനെ നിന്ന്. പക്ഷേ 8 മാസമായിട്ടും അയാൾ അമ്മനും പെല്ലിനും അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ പിന്നെ എനിക്കിനി ഇത് ചിന്തിച്ച് അടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ലോകത്തേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറി. അങ്ങനെ പിന്മാറിയ സമയത്ത് ഈ ആളിൻ്റെ ഒരു കമൻറ്റ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട്. ഞാനിട്ടൊരു വീഡിയോയുടെ ഒരു അക്ഷരത്തെറ്റ് വന്ന് ആളെനിക്ക് തിരിച്ചു തന്നത് കണ്ട്. അന്നേരം എനിക്ക് ഇഷ്ടമൊന്നും തോന്നിയതോ അല്ല പഴയ ഇഷ്ടമൊന്നും തോന്നിയൊന്നും അല്ല. ഇങ്ങനെ ആൾ ജീവനോടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് വീണ്ടും ഒരു മെസ്സേജ് അയച്ച ആളും തിരിച്ച് ഇപ്പം തന്നെ അയച്ച് ഞാനപ്പം പറഞ്ഞ് പഴയൊരു ഇഷ്ടം പറഞ്ഞിട്ട് അതിലേ പോയ പോക്കാം, പിന്നെ ഇന്നാ വരുന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞു ഞാനിപ്പോഴും അതേ ഇഷ്ടത്തിൽ അവിടെ തന്നെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ന് വെച്ചാ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയും നാളും 3 വർഷം ഞാൻ കാത്തിരുന്നു. അയ്യോ 3 വർഷം അടിപൊളി. എന്നിട്ട് എപ്പോഴാ തിരിച്ച്? അപ്പൊ ഈ 3 വർഷം എന്ന് പറയുമ്പോ ഇപ്പൊ ഈ എത്ര മാസമായി അപ്പൊ തിരിച്ച് ഇഷ്ടം? ഒരു 4-5 മാസമായി തിരിച്ച് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട്. അടിപൊളി. അതപ്പോ ഓരോരു വിധി ഉണ്ടല്ലേ, ഇന്ന ആൾക്ക് ഇന്ന ആളെന്നുള്ള ഒരു വിധി. അങ്ങനെയാണ് നിങ്ങള് അപ്പൊ ഒന്നിച്ചത്. അപ്പോൾ ഈ ഇത്രയും ഒരുപാട് പ്രേമിച്ചിട്ടുള്ള ആളെന്ന നിലയ്ക്ക് ഇത്രയും ഏറ്റവും സുന്ദരി നമ്മുടെ കുഞ്ഞല്ലേ അതിനകത്തില്? ആണ്. അല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താന്നറിയോ, ഒരാള് ഒരു കാര്യം ചോദിക്കുമ്പോൾ സത്യസന്ധമായിട്ടല്ല അതിന് മറുപടി പറയേണ്ടത്. ഒരാളെ സൂചിപ്പിക്കാനായിട്ട് മറുപടി പറയേണ്ട ആവശ്യമില്ല. അല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എത്ര അടിപൊളിയായിട്ട് സംസാരിക്കുന്നത്. എഴുതുകയൊക്കെ ചെയ്യോ? കുറച്ച് പണ്ട് മുതലേ. അതെ. അപ്പൊ അതിന്റെ ഒരു കാവ്യാത്മകമായിട്ടുള്ള സംസാരം. അപ്പോ ഇപ്പൊ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ പറ്റുമോ കുഞ്ഞിനെ? ഒന്നുകൂടെ പ്രപ്പോസ് ചെയ്ത എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം അതുപോലെ എൻഗേജ്മെന്റ് ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ്. ഇപ്പൊ എത്ര ദിവസമായി? ഒരു 5 days ആയിട്ടുള്ളൂ. അപ്പൊ എൻഗേജ്മെന്റിനും കല്യാണത്തിനും ഇടയ്ക്കൊരു പ്രപ്പോസൽ ആയാലോ? അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാം. 3.5 വർഷം വെയിറ്റ് ചെയ്ത ആളാ. ഇഷ്ടമുള്ള പോലെ ഉള്ളിന്ന് വരട്ടെ അല്ലേ? ഉള്ളിന്ന് വരട്ടെ. പ്രിപ്പയർ ചെയ്തോണ്ട് വന്നതല്ല, മാറി പല്ലേ വന്നതപ്പോ ആ റീലൊക്കെ പിടിച്ചോണ്ട് വന്നത്. ഇലവരിഞ്ഞിപ്പുഴ എങ്ങനെയായിരുന്നു അറിയാലോ? ഇലവരിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണ്. അതല്ലേ, ഇലവരിഞ്ഞിപ്പുഴ അറബിക്കടലിലുണ്ടാ ഐ ലവ് യു. നെഗറ്റീവ് നാളെ തുളുമ്പുന്നല്ലോ. അടിയിലോട്ടാ നോക്കുന്നത്. നാളെ പൊങ്കാലയാണല്ലോ ഓർക്കുമ്പോ നിങ്ങൾ ട്രോളാനിപ്പോ എന്താ ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തെ. നമ്മളാ ഇപ്പൊ ഒരു റീല് ചെയ്താൽ പോലും ഞങ്ങള് ലൈവില് പോലും എല്ലാരും പറയും ലൈവില് വരാം. ഞങ്ങൾ ലൈവില് പോലും പോയിട്ടില്ല.
ചെയ്യുന്ന വീഡിയോ മൊത്തം ഈ സിനിമ സംബന്ധമായിട്ടുള്ള റീൽസ് മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. പാട്ടും റൊമാൻസ് സീനുമാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഞങ്ങളെ വസ്ത്രത്തിലാണെങ്കിൽ പോലും ഞങ്ങളുടെ ആക്ഷൻസിലാണെങ്കിൽ പോലും മറ്റൊരാൾക്കത് ഒരു വൾഗർ എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം ചെയ്തിട്ടില്ല. പിന്നെ അവര് കാണുന്ന ഒരു വൾഗർ എന്ന് പറയുന്നത് എന്റെ നിറവും അയാളുടെ നിറവും തമ്മിലുള്ള ഒരു ആ ഡിഫറൻസ് ആണ് അവർക്ക് കിട്ടുന്ന ഒരു പോയിന്റ്. അത് വെച്ചിട്ട് അവരിങ്ങോട്ട് പറയുന്നത്. മനസ്സിലായി മനസ്സിലായി. പക്ഷെ അങ്ങനെ ഇപ്പൊ ഒരാളെ സ്നേഹിക്കുമ്പോ അങ്ങനെ നിറമൊക്കെ നോക്കുവോ മനുഷ്യന്മാര്? ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നോക്കത്തില്ല. ഇല്ലേ, മനസ്സ് മാത്രമേ നോക്കുള്ളൂ. ഈ കമന്റ് ഇടുന്നവരോട് പറഞ്ഞേ കുഞ്ഞിക്ക് ഈ നിറം എത്രത്തോളം ഓക്കെ ആണെന്നുള്ള കാര്യം. എത്രത്തോളം ഓക്കെ ആണെന്നുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും ഇതായിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ അത്രയും സ്നേഹം നിറം ബേസ് ചെയ്തിട്ടല്ല എന്നുള്ളത് കൊണ്ടുള്ള തെളിവല്ലേ ഞങ്ങൾ ഇത്രയും ഇതായിട്ട് സ്നേഹിക്കുന്നത്. പിന്നെ കാണുന്നവർക്ക് കണ്ണുകെട്ടിയുടെ പ്രശ്നമാണ്. അവര് എവിടെയോ ഇരുന്ന് വീഡിയോ കാണുന്നു, അവരാരും അറിയുന്നില്ല, ഒന്നുമില്ല. ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ കുറച്ചുപേര് തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നം കുശുമ്പ്, വേറെ ഒന്നും പറയാനില്ല. ഇതിന് കമന്റിനൊക്കെ റിപ്ലൈ അല്ലെങ്കിൽ ഇതിന് റിയാക്ട് ചെയ്യുമ്പോൾ വേണം നമുക്ക് കൂടുതൽ ഇതാവുന്നത്. പറയട്ടെ. അതെ, അടിപൊളി അടിപൊളി. അപ്പൊ ഇനിയിപ്പോ കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തോ? ആ ഡേറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ അത് റിവീൽ ചെയ്യാനുള്ള ഇതായിട്ടില്ല. മന്ത് ഒക്ടോബറിലാണ്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ഡേറ്റിന്റെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. മന്ത് മാത്രം ഞങ്ങളിപ്പം ആരെങ്കിലും ചോദിക്കാച്ചാൽ പോലും മന്ത് മാത്രമേ പറയുന്നുള്ളൂ. അതെ, ഓക്കെ ഓക്കെ. അപ്പൊ ഒക്ടോബറിലാണ് ആ ബിഗ് ഡേ. അതെ, ബിഗ് ഡേ. എന്തോ ഒരു പേടിയുള്ള പോലെ. ഭയങ്കര ക്ഷമയൊക്കെ എന്നെ നന്നായിട്ട് ഇങ്ങനെ തല്ലി പഠിപ്പിച്ച് പുതിയ ജന്മത്തിലോട്ട് കടക്കാൻ പോലെ. അതെ, ഇപ്പൊ ഞാൻ പണ്ട് മറ്റേ ജോബി ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, ആളും ഇതേപോലെ ആളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായി. അപ്പൊ ആള് പറയുന്നുണ്ടായി, നമ്മൾ ഈ ഹൈറ്റ് കുറഞ്ഞ ആളുകളെ ഈ പറയുന്ന പോലെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് നമ്മളതിനെ കൺസിഡർ ചെയ്യാറില്ല. ഇപ്പോൾ ഒരു വാഷ് ബേസിൻ ഒക്കെ ആണെങ്കിൽ പോലും, അതും വെരി റീസെന്റ് ഈ ഹൈറ്റിന് വന്നത്. അത് നമ്മുടെ ഗവൺമെന്റിന്റെ പിന്നെ ഓരോ പ്രോഗ്രാമുകൾ നടത്തുമല്ലോ, അതായത് ഭിന്നശേഷിക്കാരുടെ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അവരുടെ ആവശ്യങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് പത്രികകൾ ചെയ്യുന്നു. അവിടെ എല്ലാം പൊതുവെ നമ്മൾ ഈ സംഭവം പറയുന്നതാണ്. വാഷ് ബേസിൻ ബസ്സിൽ കയറാൻ ബുദ്ധിമുട്ട്, പിന്നെ അതുപോലെ തന്നെ എവിടെങ്കിലും ചെന്ന് ക്യൂ. ഇപ്പൊ ഉദാഹരണം, നമ്മളെ ബിവറേജിൽ പോകുന്ന നമ്മളിങ്ങനെ നിൽക്കണം. അപ്പൊ അവര് നമുക്ക് കൈ മാത്രമേ കാണത്തുള്ളൂ. അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. താഴെ ഒരു കുഞ്ഞിറന്നും കൂടെ വെക്കണം. അതുതന്നെ ഹോസ്പിറ്റലിൽ, ഞാൻ വെച്ചാൽ തമാശയായിട്ട് പറഞ്ഞെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോഴേ കോപ്പി കൗണ്ടർ എന്ന് പറഞ്ഞാൽ നല്ല പൊക്കത്തിലാണ്. പിന്നെ അങ്ങനെ ചില സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ബസ്സിലും ട്രെയിനിലും കയറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെയിൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ കുറച്ചുകൂടെ ഡേഞ്ചറാണ്. ഞാൻ പറയും, നമ്മുടെ ഇപ്പൊ ഈ സൗത്ത് സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ചിലപ്പോഴൊക്കെ ട്രെയിൻ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പിന്നെ 50 മീറ്റർ പൊക്കിയാൽ മതി കാല്. ചിലതെന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ ഗ്യാപ്പും കാണും. നമുക്ക് കയറണമെങ്കിൽ ഇങ്ങനെ ചിലതിൽ നമുക്ക് തന്നെ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. അതിന്റെ കൂടെ ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് ബാക്കിലാണ് ഈ ഡിസേബിൾഡ് കോച്ച് പൊസിഷൻ. അപ്പൊ ഈ ലാസ്റ്റ് കോച്ച് ചിലപ്പോ ഈ പ്ലാറ്റ്ഫോമിനും ഈ കർവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ കൊണ്ട് നിർത്തും. അപ്പോഴും നമുക്ക് കയറാൻ പാടാം. ബസ്സാണെങ്കിൽ ഇച്ചിരി മുന്നോട്ട് കയറട്ടെ എന്ന് പറയാം. ട്രെയിനിലത് പറ്റത്തില്ലല്ലോ. വെയിറ്റ് ചെയ്ത് ട്രെയിനിൻ്റെ അകത്ത് അത് പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ അത് കയറാൻ പറ്റി പാടാം. ശരിക്കും ഡിസേബിൾഡ് കോച്ചൊക്കെ അവർ അത് കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ അല്ലേ? ഗവൺമെന്റ് ഡിസബിലിറ്റി പേഴ്സൺസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടിയൊക്കെ അപ്ഡേറ്റുകൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ടാണ് ട്രാവൽ. എല്ലാവർക്കും വണ്ടി ഉണ്ടാവണമെന്നില്ലല്ലോ. എന്താണെന്നറിയാം, നമുക്ക് ഈ ട്രെയിനിൻ്റെ അകത്ത് വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നോർമലി ഉള്ള ആൾക്കാർക്ക് തന്നെ, ലേഡീസ് തന്നെ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പേടിക്കേണ്ടത് അറിയാലോ. അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഈ ബാക്കിൽ ഈ ഗാർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഡിസേബിളിൻ്റെ അകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഗാർഡിനോട് നമുക്ക് അപ്പം തന്നെ ഇൻഫോം ചെയ്യാം. ഫ്രണ്ടിൽ ഈ പിന്നെ എൻജിൻ കോച്ച് കഴിഞ്ഞിട്ട് വരുന്ന SLR ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കേരളം വിട്ട് തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ കോച്ചിലാണ് നമ്മളിരിക്കുന്നത് വെച്ചിട്ടോ, ആ യാത്രയിൽ ഈ മറ്റേ ഈ വിഷാടനം ഉള്ള ആൾക്കാരും കൂടുതലും പിന്നെ അല്ലാതെ
ഈ പിന്നെ അല്ല ഈ ബംഗാളികളുണ്ടല്ലോ ഇവരൊക്കെ കയറിയിട്ട് അവരവിടെ വളരെ രീതിയിൽ ചുമക്കുക, അങ്ങനെ നമ്മുടെ അടുത്ത് വന്നിട്ട് മോശമായിട്ട് ബിഹേവ് ചെയ്യുക, സ്ത്രീകളൊക്കെ സീറ്റ് യൂസ് ചെയ്യുക. കാരണം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ നമ്മളങ്ങോട്ട് കയറുമ്പോഴായിരിക്കും ഇവർ 10-15 ആൾക്കാർ സീറ്റിൽ ഇങ്ങനെ അവിടെ 2 സീറ്റും 2 സീറ്റും 2 ബെർത്തും ഉള്ളു. ഇത്രയും 4 ഇവര് കവറായി കടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഇരിക്കാന്ന് വിചാരിച്ചാൽ തന്നെ ഇവര് വിസർജ്യങ്ങളും കുപ്പിയും ഇവരുടെ ചാക്കുകെട്ടും ഒക്കെ വെച്ചോണ്ട് അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി. അത് പിന്നെ കംപ്ലൈന്റ് ചെയ്യാനും നമുക്ക് പറ്റാത്ത അവസ്ഥ. നമ്മൾക്ക് കംപ്ലൈന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ ചെന്നിട്ട് പിന്നെ മാനേജർക്കടുത്ത് എഞ്ചിനീയറുടെ അടുത്ത് നമ്മൾ ചെന്നിട്ട് പറയുമ്പോൾ നിങ്ങളൊരു പരാതി എഴുതിയില്ലെന്ന് പറയും. ഈ നമ്മളിപ്പോൾ പോകുന്ന സ്ഥിരം ഒരു ട്രെയിനിലല്ലല്ലോ, ഈ പരാതി എഴുതിയിട്ട് ഇത് എന്ന് മാറാനാ പറയത്തില്ല. പക്ഷെ ചിലതൊക്കെ ക്ലീനപ്പ് ആണ്. പക്ഷെ ക്ലീനപ്പ് അത് ഫ്രണ്ടിലത്തെ ഈ ഡിസേബിൾഡ് കോച്ച് ഒരിക്കലും ഒരു സുരക്ഷിതത്വം അല്ല. അപ്പൊ കൂടുതലും ബാക്കിലാണല്ലേ കയറാൻ ശ്രമിക്കുന്നത്? ബാക്കിലാണ്. പക്ഷെ ബാക്കിൽ കയറുമ്പോൾ അതേപോലെ തിരക്കും കാണും. കാരണം എത്ര സീറ്റ് ഉണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവര്? എത്ര സീറ്റ് പ്രൊവൈഡ്? നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും മാത്രമേ SLR ഉള്ളൂ. അത് ചിലതിന് ബാക്ക് കാണത്തില്ല, ഫ്രണ്ട് കാണത്തുള്ളൂ. ചിലതിന് ഫ്രണ്ട് കാണത്തില്ല, ബാക്ക് മാത്രം. ചില ട്രെയിൻസിന് മാത്രമേ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടാവും. ചിലതിനകത്ത് ഒരെണ്ണേ കാണും. അപ്പൊ ഈ ഒരു കോച്ചിൽ എത്ര ഇത് കാണും സീറ്റ് കാണാം? സീറ്റ് നമ്മൾ സാധാരണ ഒരു കോച്ചിനകത്ത് പറയുമ്പോൾ അപ്പുറം ഇപ്പുറം മേളിലും 2 ഇത്രേ ഉള്ളു സീറ്റിംഗ് കപ്പാസിറ്റി. മറ്റേതുപോലെ ഇങ്ങനെ അടുക്കടുക്ക് സീറ്റ് ഇല്ല. അപ്പുറം ഇപ്പുറം നീളത്തിലുള്ള 2 സീറ്റ്, മേളില് മറ്റേ ലഗേജ് ഒക്കെ വെക്കാനുള്ള കുറച്ച് പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കുറച്ച് പേർക്ക്. അതായത് നമ്മള് നോർമലി നമ്മളിങ്ങനെ അപ്പുറം ഇപ്പുറം 2 സീറ്റ് ഇല്ലേ, നമ്മൾ ഒരു കോച്ചിനകത്ത് ഒരു പോർഷനകത്ത് തന്നെ 3 പേരിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അതേപോലെ ഇപ്പുറത്ത് 3 പേര്, മേളിൽ മറ്റേ കമ്പിയൊക്കെ വെച്ചിട്ട് നമ്മളെ ലഗേജ് വെക്കാനുള്ള അത്രേ ഉള്ളൂ പിന്നെ അതിന്റെ സ്പേസ്. മനസ്സിലായി.